9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന നോവലിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. പ്ലസിയുടെ ആടുജീവിതം എന്ന ചലച്ചിത്രം നമുക്ക് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. പാഠഭാഗം നന്നായി വായിച്ച് ആസ്വദിച്ച് ആശയം സാംശീകരിക്കുമല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ച് എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? ഇതാണ് ചോദ്യം. തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയ നജീബിൻ്റെ പറഞ്ഞറിയിക്കാനാകാത്ത ജീവിത ദുരിതത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ പ്രയോഗം. അർബാബിനൊപ്പം പേടിപ്പെടുത്തുന്ന വാഹനത്തിൽ ഭയം ജനിപ്പിക്കുന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ നജീബ് വല്ലാതെ ദാഹിച്ചു വലയുന്നു. ശ്വസിക്കാൻ കൂടി ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്ന യാത്രയിൽ അറിയാതെ പടച്ചോനെ എന്ന് വിളിച്ചു പോകുന്നു. ഒപ്പമുണ്ടായിരുന്ന ഹക്കീമിൻ്റെ ഉറക്കം കാരണം അവനോട് ഒന്നും പറയാനും നജീബിന് കഴിയുന്നില്ല. ഈ സന്ദർഭത്തിൽ എന്തെന്നറിയാത്ത ഒരു ഭീതി മണിയനീച്ചയെപ്പോലെ നജീബിൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. കഥാപാത്രത്തിൻ്റെ ജീവിത സാഹചര്യത്തെയും സന്ദർഭത്തെയും വൈകാരികമായി അവതരിപ്പിക്കുന്നതിന് ഈ പ്രയോഗത്തിന് കഴിയുന്നു. ഇവിടെ നജീബ് പ്രതീക്ഷിച്ചതുപോലെയല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് അർബാബ് തങ്ങളെ ഒരു പരിചയമില്ലാത്തതും ഭയം ജനിപ്പിക്കുന്നതുമായ സ്ഥലത്തുകൂടി കൊണ്ടുപോകുന്നത്. ദുഷ്കരമായ യാത്രയിൽ വിശപ്പും ദാഹവും അയാളെ വേട്ടയാടുന്നു. ഹക്കീമിൻ്റെ ഉറക്കവും അർബാബിൻ്റെ പരുക്കൻ പെരുമാറ്റവും നജീബിൽ ഭീതി വളർത്തുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വാക്യപ്രയോഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറ്റൊരു ചോദ്യം: മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം. സച്ചിദാനന്ദൻ്റെ കവിതയാണ്. ഈ കവിതാഭാഗത്തെ ആശയതലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രശസ്ത കവി സച്ചിദാനന്ദൻ്റെ കവിതയിലെ ആശയം നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിളിച്ചറിയിക്കുന്നതാണ്. മരുഭൂമിയിൽ വസിക്കുന്ന ജീവിയാണല്ലോ ഒട്ടകം. അവിടെ ജീവിച്ചു മരിക്കുന്ന ഒട്ടകത്തിന് മറ്റേതൊരു ജീവിയേക്കാളും നീരുറവയുടെ ആഴം, അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയാണ് കിണറ്റിൽ വസിക്കുന്ന തവളയും. കിണറ്റിലാണെങ്കിലും അത് കടലിനെക്കുറിച്ച്, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്. ഇവിടെ നജീബിൻ്റെ ഗൾഫിലെ യാത്രയും അനുഭവങ്ങളും വേദനിപ്പിക്കുന്നതാണെങ്കിലും അയാളും സ്വപ്നം കാണുന്നുണ്ട്. അർബാബിനോടൊപ്പമുള്ള യാത്ര, അയാളുടെ പരുക്കൻ പെരുമാറ്റം, വാഹനത്തിൻ്റെ പേടിപ്പിക്കുന്ന ശബ്ദം, പറഞ്ഞറിയിക്കാനാകാത്ത ദാഹവും വിശപ്പും ഇതെല്ലാം നജീബിനെ ഭയപ്പെടുത്തുന്നു. എങ്കിലും അയാൾ സ്വപ്നം കാണുന്നു. തനിക്ക് വാഹനത്തിൻ്റെ മുന്നിലിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിറകിലിരുന്ന് ഗൾഫിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അർബാബിൻ്റെ കൈകളിൽ തൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമായിരിക്കുമെന്ന് നജീബ് കരുതുന്നു. നീരുറവയുടെ ആഴം മനസ്സിലാക്കുന്ന ഒട്ടകത്തെപ്പോലെ, കടലിൻ്റെ വലുപ്പം സ്വപ്നം കാണുന്ന തവളയെപ്പോലെ നജീബും പ്രതീക്ഷകളിലൂടെ യാത്ര ചെയ്യുകയാണ്. മറ്റൊരു ചോദ്യം: ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവത്തെക്കുറിച്ച് നജീബ് തൻ്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം, അതായത് വോയിസ് മെസ്സേജ് തയ്യാറാക്കാനാണ്. എങ്ങനെയാണ് വോയിസ് മെസ്സേജ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശശി, ഇത് ഞാനാ നജീബ്. ഞാനിവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് കരുതി. എന്താ ഇപ്പോൾ പറയുക? ഇവിടൊക്കെ നീ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അർബാബിൻ്റെ ഒരു പഴഞ്ചൻ വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. വിഷമം അതൊന്നുമല്ല എൻ്റെ ചങ്ങാതി. ഉമ്മ തന്നയച്ച മീനച്ചാറും എൻ്റെ സൈനുവിൻ്റെ നാരങ്ങാച്ചാറും ആ അർബാബ് വലിച്ചെറിഞ്ഞിരിക്കണം. അയാളൊരു മനുഷ്യനല്ല. ഹക്കീമും കൂടെയുണ്ട്. അവൻ യാത്രയിൽ ഉറങ്ങിപ്പോയി. എന്നാലും ഈ ഗൾഫെന്ന് പറഞ്ഞ ഒരു ഗൾഫ് തന്നെയാണ്, കാണേണ്ടത് തന്നെയാണ്. സത്യം പറയാലോ, നല്ല ദാഹവും വിശപ്പുണ്ട്. നിനക്കറിയാലോ, വിമാനത്തിൽ കയറി എനിക്ക് പരിചയമില്ലെന്ന്. അതിന്ന് തന്നതൊന്നും കഴിക്കേണ്ട വിധം എനിക്കൊരു പിടിയുമില്ല. വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. നീ നിർബന്ധിച്ചപ്പോൾ അങ്ങ് തിന്നാ മതിയായിരുന്നു. നമ്മൾ പറയും പോലെയല്ല ഈ ഗൾഫ്. എനിക്കിപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്. നീ ഇതൊന്നും വീട്ടിൽ പറയണ്ട. ചോദിച്ചാൽ വിളിച്ചെന്ന് പറയണം.
എനിക്കിവിടെ സുഖമാണെന്ന് നീ പറഞ്ഞേച്ചാൽ മതി, ഞാൻ പിന്നെ വിളിക്കാം. മറ്റൊരു ചോദ്യം. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത്? ഇതുപോലെ പച്ച ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉദാഹരണത്തിന് പച്ചപ്പരിഷ്കാരി, പച്ച മനുഷ്യൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പച്ചവെള്ളം എന്നത് കുടിവെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം എന്ന് മാത്രം പറയുന്നതിൽ നിന്ന് പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ശുദ്ധവെള്ളത്തിനപ്പുറം മറ്റൊന്നും കിട്ടിയില്ല എന്ന് ഇവിടെ വ്യക്തം. നമ്മൾ സാധാരണയായി പച്ച ചേർത്ത് പറയാറുണ്ട്. ഉദാഹരണത്തിന് കഥകളിയുമായി ബന്ധപ്പെട്ട് പച്ചവേഷം, അതുപോലെ തന്നെ പച്ചമാങ്ങ, പച്ചയായ യാഥാർത്ഥ്യം, പച്ചമീൻ, ഇതൊക്കെ എല്ലാവരും സാധാരണയായി പറയാറുള്ളതാണ്. ഇവിടെ പച്ച എന്ന പദം സവിശേഷ അർത്ഥത്തെ കുറിക്കുന്നു. മറ്റൊരു ചോദ്യം. മധുരമായ ഗദ്യം, അനുഭവ തീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. മരുഭൂമിയുടെ വിഭ്രാമകമായ സൗന്ദര്യം, മരുലോകത്തിൻ്റെ സവിശേഷതകൾ, ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു. പി. വത്സലയുടെ വിലയിരുത്തൽ കുറിപ്പാണത്. പി. വത്സല ആടുജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മലയാള പ്രവാസ സാഹിത്യ ചരിത്രത്തിലെ അപൂർവ അനുഭവങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ട നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൽ പ്രവാസം അല്ലെങ്കിൽ ദേശാന്തര ജീവിതം ചെലുത്തുന്ന സ്വാധീനം വളരെ ശ്രദ്ധേയമാണ്. ആടുജീവിതം എന്ന പേര് തന്നെ പുതുമയുള്ളതാണ്. ആടുകളുടെ ജീവിതമാണോ, ആടുകളുടേതുപോലുള്ള ജീവിതമാണോ എന്നൊക്കെയുള്ള ആകാംക്ഷകൾ ഈ പേര് വായനക്കാരനിൽ ഉളവാക്കുന്നു. മണൽവാരൽ തൊഴിലാളിയായിരുന്ന നജീബ് തീരെ ചെറിയ മോഹങ്ങളുമായാണ് റിയാദിലേക്ക് വിമാനം കയറുന്നത്. കുഞ്ഞു വീടിന് മറ്റൊരു മുറി, അല്ലറ ചില്ലറ കടം തീർക്കൽ, ഇതൊക്കെയായിരുന്നു അയാളുടെ ആഗ്രഹം. സ്വർണവും വസ്തുവകകളും പണയപ്പെടുത്തി റിയാദിലെത്തുന്ന നജീബ് ആളുമാറി ചെന്നുപെടുന്നത് അതിക്രൂരനായ ഒരു അർബാബിൻ്റെ കയ്യിലാണ്. നഗരത്തിൽ നിന്ന് 100 കണക്കിന് നാഴിക അകലെയുള്ള ഒരു മസറയിലാണ് പിന്നീടുള്ള നജീബിൻ്റെ ജീവിതം. കടലുപോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, തലയ്ക്കുമേലെ ചുട്ടുപഴുത്ത ആകാശം, കൂട്ടിന് ആട്ടിൻപറ്റവും ഒട്ടകങ്ങളും മാത്രം. കഠിനഹൃദയനായ അർബാബ് ഏൽപ്പിക്കുന്ന പീഡനങ്ങൾ നജീബിൻ്റെ ജീവിതം തീർത്തും ദുസ്സഹമാക്കുന്നു. രക്ഷപ്പെടാനുള്ള ഉപായങ്ങൾ മരണത്തിലേക്ക് എത്തിക്കുമെന്ന് വന്നപ്പോൾ നജീബ് മരുഭൂമിയെ അംഗീകരിക്കുന്നു. മിണ്ടാനും പറയാനും ഒരാളെപ്പോലും കണ്ടെത്താനാവാതെ ആട്ടിൻപറ്റത്തിനിടയിൽ മറ്റൊരു ആടായി നജീബ് രൂപാന്തരപ്പെടുന്നു. ആടുജീവിതം ഒരു കൽപ്പിത കഥയല്ല എന്ന് നോവലിസ്റ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. താൻ പരിചയപ്പെടാനിടയായ ഒരു പ്രവാസിയുടെ അനുഭവങ്ങളെ അർഹിക്കുന്ന തീക്ഷ്ണതയോടെ ആഖ്യാനം ചെയ്യാനുള്ള ശ്രമമാണ് ഈ കൃതി. അനുഭവങ്ങളുടെ സത്യസന്ധതയാണ് ഈ കൃതിയെ മികവുറ്റതാക്കുന്നത്. നാട്യങ്ങളില്ലാത്ത ലളിതമായ ഭാഷ കുപ്പിച്ചീളുകൾ പോലെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് കുത്തിക്കയറുന്നു. മരുഭൂമി ഒരു പശ്ചാത്തലമെന്ന നിലവിട്ട് നജീബിനോളം തന്നെ പ്രധാന കഥാപാത്രമായി നോവലിൽ പ്രത്യക്ഷപ്പെടുന്നു. നോവലിൻ്റെ ആഖ്യാനം എടുത്തു പറയേണ്ടതാണ്. നജീബിൻ്റെ ജീവിതാവസ്ഥയോട് ഗാഠമായ ഒരടുപ്പം വായനക്കാരനിൽ സൃഷ്ടിക്കാൻ ഈ ആഖ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴും അതിജീവനത്തിൻ്റെ ഒരു പുതിയ പാഠം ഈ നോവൽ വായനക്കാരന് നൽകുന്നുണ്ട്.